അഷ്കർ അലി കരിമ്പയിലേക്ക് പോകാം. ഇതുപോലെ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണം PV അൻവറിൻ്റെതാണ്. ചന്തക്കുന്നിൽ നിന്ന് വലിയ റാലിയായിട്ടായിരിക്കും PV അൻവർ എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഷ്കറാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചത്. അഷ്കർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്വരാജ് വന്നതും. വലിയ ആത്മവിശ്വാസം ഇപ്പോഴും PV അൻവറിനുണ്ട്. ഇന്നലെ 25,000 വോട്ട് നേടിയാൽ പോലും അത് പിണറായി സത്തിനെതിരെയുള്ള തൻ്റെ വെളിപ്പെടുത്തലാകും, അല്ലെങ്കിൽ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ വിജയമാകുമെന്നാണ് ഇന്നലെ PV അൻവർ പറഞ്ഞത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ PV അൻവർ മത്സരരംഗത്തുണ്ടെങ്കിൽ ചിത്രം മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല, അല്ലേ അഷ്കർ അലി കരിമ്പ? അരുൺ, മത്സരരംഗത്ത് നിന്ന് താൻ ഇനി പിന്മാറില്ല എന്ന് പലതവണ പ്രഖ്യാപിക്കുന്ന PV അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അപ്പോഴും അടൂർ പ്രകാശും K മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 5-ാം തീയതിയാണ്. ആ 5-ാം തീയതി വരെ കാത്തിരിക്കാൻ സമയമുണ്ട്. അതിനുശേഷമേ എല്ലാ വാതിലുകളും അടയുകയുള്ളൂ എന്നുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പോഴും UDF നേതാക്കൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമ്മർദ്ദം കൂടി PV അൻവറിന്റെ മേൽ UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കൂടി കൃത്യമായ തെളിവാണ് 5-ാം തീയതി വരെ കൂടി തങ്ങൾ കാത്തിരിക്കുമെന്നുള്ള UDF നേതാക്കളുടെ പ്രതികരണം. അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനല്ല, മറിച്ച് മത്സരിക്കാൻ തന്നെയാണ് നൽകുന്നത് എന്നുള്ളതാണ് PV അൻവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സ്റ്റാൻഡ്. ശക്തമായ രീതിയിൽ തന്നെ പ്രചാരണ രംഗത്ത് സജീവമാകാനുള്ള നീക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ PV അൻവർ ക്യാമ്പ് തകൃതിയായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ അരുൺ, എത്ര വോട്ട് PV അൻവർ പിടിക്കുമെന്നുള്ളത് അത് നിലമ്പൂരിലെ ജയപരാജയങ്ങളെ മാത്രമല്ല PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ കൂടി നിശ്ചയിക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നിശ്ചിത ശതമാനം വോട്ടെങ്കിലും PV അൻവറിന് പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അൻവറിൻ്റെ വിലപേശൽ ശക്തി എന്ന് പറയുന്നത് അത് പൂർണ്ണമായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് പരമാവധി വോട്ട് പിടിച്ച് വിലപേശൽ ശക്തിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും UDF മുന്നണിയുടെ ഭാഗമാക്കാനുള്ള സാധ്യതകൾ നിലനിർത്തുക എന്നുള്ളതാണ് PV അൻവറിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് PV അൻവർ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നതും. അരുൺ, ഓക്കെ അഷ്കർ, ഞാൻ മടങ്ങി വരാം.